താമര വളർത്തുന്ന ചെടിച്ചട്ടിയിൽ കൊതുക് വളരുന്നുണ്ടോ എന്ന് സംശയം തോന്നിയപ്പോൾ വെള്ളം മറിച്ച് കളഞ്ഞു. അപ്പോഴാണ് ഈ ഒരു ഭാഗം കിട്ടിയത്. അതായത് ഇതാണ് ആ ചെടിച്ചട്ടി. വെള്ളം മറിച്ച് കളഞ്ഞപ്പോൾ ഈ കുറച്ച് വെള്ളം കാണുന്ന ഭാഗത്താണ് നേരത്തെ കാണിച്ച റൈസോം, താമരയുടെ വെള്ളത്തിൻ്റെ അടിയിലുള്ള തണ്ടാണത്. ആ തണ്ട് ഇതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള വെള്ളത്തിൻ്റെ അടിയിലുള്ള ആ തണ്ട് കാണുന്നില്ലേ. അപ്പോൾ അത് ഞാൻ ഒരു കഷ്ണം കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ തണ്ടിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇല നേരത്തെ കണ്ടല്ലോ, ചെറുതാണ്. ഇപ്പോൾ കാണുന്ന ഇലകൾ വേറെ ഭാഗത്തു നിന്നായിരിക്കും, നല്ല വലിയ ഇല. ഇത് കുറച്ച് ചീഞ്ഞ ഇലയുണ്ട്, കുറച്ച് ഒരു പച്ച ഇലയുണ്ട്, പക്ഷേ പച്ച ഇല ചെറുതാണ്. ഇത് വേറെ ഭാഗത്തു നിന്നുള്ളതാണ്, നല്ല വലിയ ഇലയുണ്ട്. അതിൻ്റെ ഉള്ളിൽ അവിടെ താഴെ വേറൊരു ചെറിയ ഇലയും കൂടെ കാണുന്നുണ്ട്. അപ്പോൾ ഞാനിതങ്ങ് മാറ്റിയെടുത്തു. വേറൊരു പാത്രത്തിലേക്ക് ഈ ചെടിച്ചട്ടിയിൽ നിന്ന് തന്നെ കുറച്ച് ചളിമണ്ണ് എടുത്തിട്ട് ഈ കാണുന്ന പെയിൻറ്റ് പാട്ടില്ലേ, കാലി, അതിലേക്ക് അങ്ങ് വളർത്താൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ആ ഭാഗം ഇതിനടിയിൽ വെച്ചു. എന്നിട്ട് വെള്ളം ഒഴിച്ചു. ആ ചളിമണ്ണ് കാണുന്നില്ല, വെള്ളം മാത്രമേ കാണുന്നുള്ളൂ, അതിൻ്റെ അടിയിലുണ്ട്. അപ്പോൾ അതിൽ കേടില്ലാത്ത ഇല അവിടെ വെള്ളത്തിൻ്റെ മുകളിലേക്കായിട്ട് നിർത്തി. താമരയുടെ ഇല വെള്ളത്തിൻ്റെ മുകളിലേക്ക് പൊങ്ങി നിൽക്കണമെന്ന കണക്ക്. ആമ്പലിൻ്റെ ഇല വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ ഇങ്ങനെ പരന്ന് കിടക്കും, അതിൻ്റെ തണ്ട് പൊങ്ങി നിൽക്കില്ല, അങ്ങനെ അതിന് കണക്ക്. അപ്പോൾ അതൊന്ന് ഇതെടുത്തിട്ട് കുറച്ചുകൂടെ വേറെ സ്ഥലത്തേക്ക് മാറ്റി വെച്ചു. എങ്ങനെയാണ് വളരുന്നതെന്ന് നോക്കാമല്ലോ. പക്ഷെ ഇതുവരെ ഞാൻ 2-3 തവണ ഇങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്, ശരിയായിട്ടില്ല. ആദ്യം ശ്രമിച്ചത് വലിയ മീൻ വളർത്തുന്ന ടാർപോളിൻ ടാങ്കിലേക്കാണ് വെച്ചത്, അത് ശരിയായില്ല. പിന്നെ ഇതുപോലെ തന്നെ വേറൊരു വാട്ടയിലൊക്കെ ചെയ്ത് നോക്കി, അതും ശരിയായില്ല. ഒറിജിനൽ തൈ തന്നെ ഇടയ്ക്ക് വളരെ മോശമായി പോയിട്ട് പിന്നെ ഭാഗ്യത്തിന് ശരിയായി വന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ അത് നന്നായിട്ട് വളരുന്നുണ്ട്. തുടക്കത്തിൽ കൊണ്ടുവന്ന സമയത്ത് ആ ചെടിച്ചട്ടിയിൽ നിറയെ ഇലകളുണ്ടായിരുന്നു, ഇടയ്ക്കൊരു പൂമുട്ടും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കൃമികീടങ്ങളുടെ ബാധ കാരണം എല്ലാം നശിച്ചു പോയി, ഇലകളും പോയി. പിന്നെ ഇപ്പോൾ വീണ്ടും കുറേ പരിശ്രമങ്ങൾക്ക് ശേഷം ശരിയായി വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും.